നല്ല മൂവിയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട ലോ ബഡ്ജറ്റ് മൂവിയാണ്. അപ്പോൾ അതനുസരിച്ചുള്ള പോരായ്മകളുണ്ട്. പിന്നെ ഈ മൂവിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 30ഓളം മേഖലകൾ ഒരാൾ തന്നെയാണ് കൈകാര്യം ചെയ്തേക്കണേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് മൂവിയിൽ നമുക്ക് കാണാൻ പറ്റും, എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാം. പക്ഷേ മൂവിയുടെ കോണ്ടന്റ് നല്ല അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു മൂവി ഭയങ്കര റയറാണ്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മൂവിയാണ്. വളരെ ഗംഭീരമായ ഒരു സിനിമയാണിത്. കാരണം ഞാനിത് കാണാൻ വരുമ്പോൾ വലിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി ഇതിനകത്തെ നടന്മാരും ഒക്കെ വളരെ ഗൗരവത്തോടുകൂടിയും അവർ പലരും പുതുമുഖങ്ങളാണെന്നുള്ള തോന്നലേ നമുക്ക് ഒരുക്കുന്നുണ്ട്. വളരെ നൈസർഗികമായ അഭിനയം, പ്രത്യേകിച്ച് നായികയായ കുട്ടിയൊക്കെ വളരെ നൈസർഗികമായി അഭിനയിക്കുന്നു. മറ്റുള്ള കഥാപാത്രങ്ങളായവരൊക്കെ അവരുടെ റോള് ഗംഭീരമായി ചെയ്തു. പിന്നെ വളരെ മനോഹരമായ ഫോട്ടോഗ്രാഫി, ഡ്രോണിൻ്റെ അനന്തമായ സാധ്യതകളൊക്കെ ഈ സിനിമയിൽ കാണാം. അപ്പോൾ തികച്ചും ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയ ഒരു സംവിധായകൻ്റെതായ എല്ലാ അടയാളങ്ങളും ഈ സിനിമയിലുണ്ട്. ഇപ്പോഴത്തെ ആ ന്യൂ ജനറേഷൻ ഫേസ് ചെയ്യുന്ന ആ ഒരു എന്താ പറയുക ഓൺലൈൻ ഗെയിംസും ആ അഡിക്ഷനും അതിനോടനുബന്ധിച്ചിട്ടുള്ള ട്രോമ ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോഴത്തെ ആ കുട്ടികൾ അവരവരുടെ ലൈഫ് കൊണ്ടുപോകുന്ന ആ സംഗതിയൊക്കെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. പിന്നെ എന്താ പറയുന്ന സിനിമ ഭയങ്കരമായിട്ട് ക്യാച്ചിങ് ആയിരുന്നു. നമ്മുടെ ക്യൂരിയോസിറ്റീനെ കീപ്പ് ചെയ്ത് നമുക്ക് അവസാനം വരെ നമ്മളെ ബോറടിപ്പിക്കാതെ കൊണ്ടുപോയി. ഇത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരു നിരവധി ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതിൽ എല്ലാ ചിത്രങ്ങളും വളരെ എന്താ പറയുക വയലൻസ് ആയിട്ടുള്ള സമൂഹത്തെ വളർന്നു വരുന്ന തലമുറയെ വീണ്ടും വയലൻസിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ സമൂഹത്തിന് നല്ല മെസ്സേജ് കൊടുക്കുന്ന ഒരു ചിത്രം. സത്യം നിങ്ങളെ സ്വതന്ത്രരാകും മൂവി കണ്ടു. വളരെ നല്ലൊരു കുടുംബചിത്രം. അങ്ങനെ വയലൻസും ഒന്നുമില്ല. വളരെ സന്തോഷം എൻജോയ് ചെയ്ത് കാണാൻ പറ്റി. കുടുംബമായിട്ട് എല്ലാവരും കാണേണ്ട ഒരു മൂവിയാണ്. ചെറിയ കാര്യങ്ങളെ കോർത്തുണക്കി, പക്ഷേ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വളരെ നാളുകൾക്ക് ശേഷമാണ് ഇതുപോലൊരു ചിത്രം, മനോഹരമായ ചിത്രം കാണുന്നത്. വളരെ തന്മയത്വത്തോടു കൂടുതലെ അഭിനേതാക്കളെല്ലാം നന്നായി അഭിനയിച്ചിട്ടുണ്ട്. പുതുമുഖ ചിത്രമാണെന്ന് പോലും തോന്നില്ല. പ്രത്യേകിച്ച് ഇവിടെ വന്ന് ഇതിൻ്റെ ചരിത്രം കേട്ടപ്പോൾ ഒരു സംവിധായകൻ 30ലധികം സാങ്കേതിക കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തു ഒരു ചിത്രമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാം വളരെ ഭംഗിയായി നന്നായി ചെയ്തിട്ടുണ്ട്. സിനിമ വളരെ മനോഹരമായിരുന്നു. പരിമിതമായ വിഭവങ്ങൾ വെച്ചിട്ട് വലിയ ഒരു സദ്യ ഒരുക്കുന്ന പ്രകൃതിയായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. ഈ തുടക്കക്കാരായിട്ടുള്ള പുതുമുഖങ്ങളായിട്ടുള്ള കഥാപാത്രങ്ങളായിരുന്നു എല്ലാവരും. എങ്കിലും യാതൊന്നും നമുക്കത് ഫീൽ ചെയ്തില്ല. പിന്നെ മറ്റൊന്ന് ഇതിൻ്റെ സിനിമയുടെ പേര് തന്നെ സത്യം നമ്മൾ സ്വതന്ത്രമാക്കുമെന്ന് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ ആ കഥ പോയി. വളരെ മനോഹരമായിരുന്നു. ഒരു പ്രതീക്ഷയില്ലാതെ ഇതെന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയില്ല. ഫിലിം ബോറടിക്കുമോ, ഫോൺ നോക്കി ഇരുന്ന് സമയം കളയേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷേ നല്ലൊരു അനുഭവമായിരുന്നു. ഫിലിം ഒട്ടും ബോറടിക്കാതെ നന്നായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഹീറോയിനും ബാക്കി അതിൻ്റെ പ്രൊഡ്യൂസർ, ഡയറക്ടർ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കച്ചവട താല്പര്യങ്ങളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് സത്യം നിങ്ങൾ സ്വതന്ത്രരാക്കും എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ടെക്നീഷ്യൻ രംഗത്തും കലാപരമായും എല്ലാം ഇതിന് അവതരണ ഭംഗി കൊണ്ടും എല്ലാം കൊണ്ടും തന്നെ ഈ സിനിമ വളരെ ഒരു മികച്ച നിലവാരം പുലർത്തുന്നു. നല്ല ഉഗ്രൻ സിനിമയായിരുന്നു. ഇതെല്ലാവരും കണ്ടിരിക്കണം. വളരെ നല്ലൊരു ഫിലിമായിരുന്നു. വളരെ അനായാസമായി നായിക അഭിനയിച്ചിട്ടുണ്ട്. നമിതയുടെ അഭിനയവും ഒരു അഭിനയമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. നല്ല മൂവിയായിരുന്നു. പക്ഷെ കൊള്ളായിരുന്നു. നല്ല സിനിമയായിരുന്നു. ബേസിക്കലി എനിക്ക് ആന്റണി എബ്രഹാമിനെ ആദ്യമായിട്ട് പരിചയം ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന നിലയിലായിരുന്നു ആദ്യം. കാരണം ഗംഭീരമായൊരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമുണ്ട് ഓർമ്മകളിൽ ഒരു മഞ്ഞുകാലം. ആ സിനിമയുടെ മ്യൂസിക്കിന് ചിത്രചേച്ചിക്ക് ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയിരുന്നു. അപ്പോൾ വേറൊരു തലത്തിൽ ഒരു മ്യൂസിക്കിലേക്ക് പോകേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ പുള്ളിക്ക് അതിനൊപ്പം തന്നെ ഈ മൂവി മേക്കിങ്ങിനോടുള്ളൊരു താല്പര്യം കൊണ്ടാണ് പുള്ളി ഈ സിനിമയിലേക്ക് വന്നത്. പക്ഷേ ഞങ്ങൾ ടെക്നീഷ്യന്മാരെയൊക്കെ സംബന്ധിച്ചിട്ട് ഈ ഒരു സിനിമയിലെ 30ഓളം മെയിൻ വിഭാഗങ്ങൾ കൈകാര്യം ചെയ്തിട്ട് ഒരു ആവറേജിന് മേലെ നിൽക്കുന്ന ഒരു സിനിമ ഉണ്ടാക്കാം എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പോരായ്മകളെല്ലാം മേക്കിങ്ങിൽ ഈ സിനിമയ്ക്ക് ഉണ്ട്. അത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. എങ്കിലും ഒറ്റക്കൊരാളെ 30 വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്കുകളാണ് അതെല്ലാം.
അപ്പോൾ ആ നിലക്ക് അദ്ദേഹം വലിയൊരു കൈയടിയാണ് പുള്ളി അർഹിക്കുന്നത്. കാരണം ആർക്കും കഴിയുന്നൊരു കാര്യമല്ല. ഇതൊരു റെക്കോർഡിലേക്ക് പോയിട്ടുണ്ട്. ശരിക്കൊരു ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് ഓൾറെഡി ഇത് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനൊരു വലിയൊരു കൈയടി പുള്ളിയുടെ അസാന്നിധ്യത്തിൽ നമുക്കിത് കൊടുക്കാം. സത്യത്തിൽ ഞാനും ഈ പടത്തിൻ്റെ ഓഡീഷന് വന്നിട്ട് ആ ക്യാരക്ടറിൽ ഞാൻ പകരക്കാരനായിട്ട് വന്നതാണ്. ശരിക്കും എനിക്ക് വെച്ച ക്യാരക്ടറല്ലായിരുന്നു അത് വേറൊരാൾക്ക് വെച്ച ക്യാരക്ടറാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അടുത്ത ബന്ധു മരിച്ചപ്പോൾ പുള്ളിക്ക് ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വന്ന് വിട്ടുപോയതാണ്. അതെ. പിന്നെയെന്ന് പറയാനായിട്ട് നേരത്തെ ഇതിൽ പറഞ്ഞു ടെക്നീഷ്യന്മാർ ആരുമില്ലാന്ന്. അത് നുണയാണ്. ഞങ്ങളൊക്കെയാണ് ടെക്നീഷ്യന്മാർ. പുള്ളി പറയണ പോലെ ലൈറ്റ് പിടിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അഭിനയം ലൈറ്റ് പിടുത്തൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എല്ലാവർക്കും. പിന്നെ ഞങ്ങൾക്കതൊരു വേറിട്ട അനുഭവമായിരുന്നു. കാരണം നമ്മൾ സാധാരണ സെറ്റ് ചെല്ലുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ആക്ടേഴ്സിന് ഡയറക്ടറായിട്ടൊരു ഡിസ്റ്റൻസ് എപ്പോഴും ഉണ്ടായിരിക്കും. ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അല്ലെങ്കിൽ അസോസിയേറ്റ് ഡയറക്ടർ മുഖാന്തരം ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റുള്ളൂ. പക്ഷേ ആൻഡി സാർ അങ്ങനെയല്ല. ഞങ്ങളൊരു ഫാമിലി മെമ്പർ, എന്നെ സംബന്ധിച്ച് എനിക്കൊരു അനിയനെ പോലെയാണ്. അതുകൊണ്ട് പുള്ളിയുടെ ഉദ്ദേശം വേറൊന്നുമല്ല, ആർട്ടിസ്റ്റിനെ പരമാവധി കംഫർട്ടാക്കിയിട്ട് ആ ഒരു ഔട്ട്പുട്ട് സ്ക്വീസ് ചെയ്ത് പുറത്തേക്ക് എടുക്കുക. അതായിരുന്നു പുള്ളിയുടെ മെത്തേഡ്. ആ മെത്തേഡിൽ ഒരു പരിധിക്ക് മേലെയും പുള്ളി വിജയിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരും വന്നതിൽ. ഇതൊരു കുഞ്ഞു സിനിമയാണ്, പക്ഷെ ഈ കുഞ്ഞു സിനിമ കാണാൻ വേണ്ടി ഇത്രയും ആൾക്കാർ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് എല്ലാവരും ഇത്ര എഫേർട്ട് ഇട്ട് വന്നതിന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എനിക്കിത് സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം മുഴുവനായിട്ടും പുതുമുഖങ്ങൾ, അത് കൂടാതെ എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയത്, അതായത് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിനിമയുടെ 30 കാര്യങ്ങൾ അതിൽ കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ അല്ലേ. നമുക്ക് അത്രയും കാര്യങ്ങൾ ഒരാൾ തന്നെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. കാരണം അതൊരു തിയേറ്റർ റിലീസ് ഒരു മൂവിയാണ്, ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമോ ചെറിയ കണ്ടന്റ് വീഡിയോസോ അല്ല. ഒരു മൂവിയുടെ 30 കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സമൂഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം. ഞാൻ പറയുന്നത്, നമ്മൾ വീട്ടിൽ പോയിട്ട് എല്ലാവരോടും പറയണം, നമ്മുടെ സുഹൃത്തുക്കളോടും ഷെയർ ചെയ്യണം. സമൂഹത്തിൻ്റെ ഹൃദയത്തുടിപ്പ് സിനിമയാക്കി 1.5 മണിക്കൂർ കൊണ്ട് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടു ഗ്രേറ്റ് ആണ്. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ ബിഗ് സ്ക്രീനാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ആന്റണി ബ്രഹ്മ സാറിന് ഒരുപാട് താങ്ക്സ്. നിങ്ങളെല്ലാവരും കണ്ട് ഒരുപാട് ചിരിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ആ ഒരു 5-10 മിനിറ്റ് ഉള്ളൂ. അപ്പോൾ എല്ലാവരും എനിക്ക് കൂടുതലും പറയാറിയില്ല. ഞാൻ ബൈജു ബാനു. ഞാൻ ഇതിലൊരു കൊട്ടേഷനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇതെൻ്റെ 5ാമത്തെ മൂവിയാണ്. എല്ലാവരോടും സന്തോഷം, നന്ദി. പടം നന്നായിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ എല്ലാ ടെക്നീഷ്യൻ ഇല്ലാതെ തന്നെ ഒരാൾ പ്രയത്നിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ അടുത്ത സമയത്തൊരു 2 വർഷമായിട്ട് വേറെ പടം ഇപ്പോഴത് ഞാൻ ചെയ്തു. അതിനേലും മേലെ പിന്നെ നായിക നന്നായിട്ടുണ്ട്, ബാക്കിയുള്ള ടെക്നീഷ്യന്മാരെല്ലാവരും നന്നായിട്ടുണ്ട്. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഒരു 30-31 ഒരു സിനിമയിലെ പ്രധാനപ്പെട്ട മേഖലകൾ കൈകാര്യം ചെയ്യുന്ന ഏക ഡയറക്ടർ മിക്കവാറും സാറായിരിക്കും. എല്ലാവരും RDXന്റെ പുറകെയും അതുപോലെ ആവേശത്തിൻ്റെ പുറകെയൊക്കെ പോകുമ്പോൾ മനുഷ്യനിൽ നന്മ വിതയ്ക്കുന്ന സിനിമകൾ ഉണ്ടാകണം. അതിന് മുതിർന്ന ആന്റണി എബ്രഹാം, അദ്ദേഹത്തെ അത്ഭുതത്തോടുകൂടിയാണ് കാണുന്നത്. ഏതാണ്ട് 30ഓളം കാര്യങ്ങൾ സിനിമയിൽ അദ്ദേഹം തന്നെ നിർവഹിച്ചു എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് കണ്ടിരിക്കാനും ചിന്തിക്കാനും അവസരമൊരുക്കുന്ന നല്ലൊരു ഫിലിം. ഇറ്റ്സ് എ ഫീൽ ഗുഡ് മൂവി, വെരി ഗുഡ് മൂവി. റീസെൻ്റ്ലി മലയാളത്തിൽ ഞാൻ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. സോ മൂവീസ് അധികം കാണാൻ പറ്റാറില്ല. ബട്ട് സ്റ്റിൽ വാട്ട് എവർ റിവ്യൂസ് വാട്ട് വി ഹേർഡ്, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് വാസ് എ റിയലി ഗുഡ് മൂവി. വി ക്യാൻ എക്സലൻറ്റ് വൺ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നല്ലൊരു മൂവിയാണ്. ഇത് ഫസ്റ്റ് ഡേ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. എല്ലാം പുതുമുഖങ്ങളാണ് ചെയ്തിരിക്കുന്നതെങ്കിലും ആ ഒരു ഫീലില്ല. എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്ത പോലെയാണ് നമുക്ക് കണ്ടിരിക്കാനായിട്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അവസാനം വരെ ആ ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഡയറക്ഷൻ വന്നിട്ടുണ്ട്. സ്റ്റോറി ആണെങ്കിലും നല്ല സ്റ്റോറിയാണ്. നമ്മൾക്ക് ആ ഒരു ത്രൂ ഔട്ട് എന്താണെന്ന് അറിയാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്.